ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസം നട്ടുപിടിപ്പിക്കാവുന്നതും നന്നായി വളരുന്നതും നല്ലതുപോലെ വിളവ് തരുന്നതുമായ പച്ചക്കറി ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കുറച്ചൊക്കെ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം. ഇപ്പോൾ നട്ടുപിടിപ്പിക്കുന്നത് തൈകളാണെങ്കിൽ നമുക്ക് ഓണത്തിന് വിളവെടുക്കാനും പറ്റും. അപ്പോൾ പച്ചക്കറി ചെടികൾ നടുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. ഇപ്പം നന്നായിട്ട് വളരുകയും വിളവ് തരികയും ചെയ്യുന്ന ഒന്നാണ് പച്ചമുളക്. അപ്പം നമുക്ക് പച്ചമുളകിൻ്റെ 2 തൈകൾ നട്ടുപിടിപ്പിക്കാം. ഇപ്പം നമ്മൾ ഇതേപോലത്തെ തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ ഓണത്തിന് നമുക്ക് മുളക് പറിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ പാത്രത്തിനകത്ത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന് പറയുന്ന വിഭാഗത്തിൽ നട്ടുപിടിപ്പിക്കാൻ തന്നതിനകത്തുനിന്ന് 2 തക്കാളിയും 2 പയറുമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിലേക്ക് നമുക്ക് ഇതിനകത്തുനിന്ന് 2 പച്ചമുളകിൻ്റെ തൈയെ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഇതുപോലത്തെ തൈകൾ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഇതിനെ നമ്മൾ ഇളക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുവാണ്. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമുക്ക് ഈ ഗ്ലാസ്സിനകത്തുനിന്ന് ഊരിയെടുക്കാം. ഒക്കെ വേരൊട്ടും നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. അങ്ങനെ നമ്മളിതിനെ ഊരിയെടുത്തിട്ട് ഏതെങ്കിലും ഇപ്പോൾ 1 അല്ലെങ്കിൽ 2 ഞാനിപ്പോൾ ഈ 2 തൈ അടത്തിയെടുത്തു. ചെടി പോലും അറിഞ്ഞിട്ടില്ല ഇതിനകത്തുനിന്ന് നമ്മൾ എടുത്തത്. അങ്ങനെ വേര് പൊട്ടാതെ നടണം. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് മണ്ണിങ്ങനെ മാറ്റിയിട്ട് ഇതിനകത്തോട്ട് നടുവാണേ. ഇതേപോലത്തെ പാകത്തിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ ഒരു വളവും ചെയ്യേണ്ട കാര്യമില്ല. ഇവർ ചുവട് പിടിച്ചതിന് ശേഷം മാത്രം വളം ചെയ്താൽ മതി. ഇപ്പം നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു തൈകളെ നട്ടുപിടിപ്പിക്കുമ്പം അതിനൊരു തണലും കൂടെ കുത്തി കൊടുക്കാൻ മറന്നു പോകല്ലേ. ഇനി ഞാൻ ഇതിനകത്തോട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. വെറുതെ വെള്ളമാണ്. സ്യൂഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇപ്പം ഞാൻ വെറുതെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഒരു പച്ചമുളകിൻ്റെ ചെടിയാണേ. കണ്ടോ? ഇത് കൂടാതെ ഇതുപോലെ പച്ചമുളകിൻ്റെ തൈകളുണ്ട്. കണ്ടോ? ഇതിന് കുരുടിപ്പ് ബാധിച്ച ഒരു ചെടിയായിരുന്നു. അപ്പം ഞാൻ കണ്ടോ, കുരുടിപ്പ് ബാധിച്ച ഇല തന്നെ ഇവിടെ നിൽപ്പുണ്ട്. അതിന് മുകളിലേക്ക് നല്ല ഇലകൾ വന്നിട്ടാണ് പൂക്കളും കായ്കളൊക്കെ ഉണ്ടായത്. ഇത് നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് പിടിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ വീണ്ടും കുരുടിപ്പ് ബാധിക്കുകയാണെങ്കിൽ അപ്പം ചെയ്യാനുള്ളൊരു മരുന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇവരെ ഞാൻ കുരുടിപ്പില്ലാതെ രക്ഷപ്പെടുത്തിയെടുത്തത്. അപ്പോൾ ഇവിടെ ഈ പച്ചമുളക് നിൽക്കുന്നിടത്തുണ്ടല്ലോ, വലിയ സൂര്യപ്രകാശവും ചൂടും നേരിട്ടടിക്കുന്ന ഒരു സ്ഥലമല്ലേ. ഇപ്പം ഞാനൊക്കെ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ടെറസയിലാണ്. അപ്പോൾ ടെറസയിൽ കിട്ടുന്ന ചൂടിൻ്റെയും വെയിലിൻ്റെയും അളവ് നമുക്കറിയാം. മഴക്കാലത്താണെന്ന് പറഞ്ഞാൽ പോലും ഒരു ദിവസം മഴ പെയ്തില്ലെങ്കിൽ കണ്ടമാനം ചൂടാണ് കിട്ടുന്നത്. അപ്പോൾ ആ വലിയ ചൂട്, കൂടിയ ചൂട് പച്ചമുളകൾക്ക് താങ്ങാൻ സാധിക്കുകയില്ല. പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും. അപ്പോൾ ഒരു ചെറിയ തണൽ കിട്ടുന്ന സ്ഥലത്ത് നോക്കി പച്ചമുളക് നടുന്നതാണ് നല്ലത്. ഈ ഓഗസ്റ്റ് മാസം നമ്മൾ നിർബന്ധമായും നട്ടുപിടിപ്പിക്കേണ്ടുന്ന ഒന്നാണ് തക്കാളി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൃഷിഭവനിൽ നിന്ന് ഒരു മുറം പച്ചക്കറി തൈ തന്നപ്പം ഞാൻ നട്ടുപിടിപ്പിച്ചൊരു പാത്രമാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചുവട് പയറുണ്ട്, ഇവിടെ ഒരു ചുവട് മുളകുണ്ട്, ഇത് ഒരു ചുവട് തക്കാളിയാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് തന്നെ ഈ ഒരു ചുവട് തക്കാളിയും കൂടെ നട്ടുപിടിപ്പിക്കാൻ പോവാണേ. ഇത്രയും വളർന്ന തക്കാളിയുടെ തൈയാണ്. അതുകൊണ്ട് ഉറപ്പായും ഇത് നമുക്ക് മിക്കവാറും ഇതിനകത്തുനിന്ന് ഓണത്തിന് വിളവെടുക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ്, ഒരു വിശ്വാസമൊന്നും പച്ചക്കറികളുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ളതുണ്ട്. കീടങ്ങളുടെ ശല്യമുണ്ട്, അതുപോലെ കാലാവസ്ഥയുടെ വ്യതിയാനമുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ തുടർച്ചയായി നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് കുതിർത്തിട്ടാണ് ഇതിനകത്തുനിന്ന് തൈകളെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ വെള്ളം താഴട്ടെ. താഴെ കൂടെ വീഴുന്നുണ്ട് കണ്ടോ. അപ്പോൾ ആ വെള്ളം അടി വരെ ചെന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു നട്ടുപിടിപ്പിക്കാനൊരു സ്ഥലം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ മണ്ണ് ഇളക്കിയിടുവാണ്. നമ്മൾ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത് തന്നെ നല്ലോണം അടിവളം ചേർത്തിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചില്ലി ജാസ്മിൻ ചാനലിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയാൽ മതി, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 2 തക്കാളിയുടെ തൈ കണ്ടോ ഇങ്ങനെ എടുത്ത് ഇതിനകത്ത് മണ്ണ് മാറ്റി. ഇപ്പം തക്കാളി നടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണേ. നല്ലോണം താഴ്ത്തി വെച്ചിട്ട് വേണം തക്കാളിയുടെ തൈകളെ
നമ്മൾ നട്ടു കൊടുക്കാൻ. തക്കാളിക്ക് തണ്ടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വേരുകൾ വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ താഴ്ത്തി വെച്ചിട്ട് വേണം നട്ടുപിടിപ്പിക്കാൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെയൊന്ന് ഉറപ്പിച്ചു വെച്ചേക്കുക. അതുപോലെ തക്കാളിയുടെ കാര്യത്തിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ തക്കാളിക്കൊരു സപ്പോർട്ടും കൂടെ കൊടുക്കുന്നതാണ് നല്ലത്. വളർന്നതിന് ശേഷം നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ നോക്കിയാൽ നമ്മൾ സപ്പോർട്ട് കമ്പ് കൊടുക്കുമ്പം ചിലപ്പം വേരുകളൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇതിന് കയ്യോടെ ഒരു സപ്പോർട്ടും കൂടെ കൊടുക്കുവാണേ. അപ്പോൾ ഇതുപോലൊരു കമ്പ് നാട്ടി കൊടുത്താൽ മതി. വളരുന്നതിനനുസരിച്ച് ഇവരെ ചേർത്ത് വയ്ക്കണം. അതല്ലെങ്കിൽ ഞാൻ മുകളിലോട്ടൊരു കയറ് കെട്ടിയിട്ട് ആ കയറിൻ്റെ ഒരറ്റം ഇവിടെ ഉറപ്പിച്ചിട്ട് ആ കയറിൽ ചുറ്റിക്കെട്ടിയും കൊടുക്കാറുണ്ട്. ഈ തക്കാളി അങ്ങനെ നമ്മൾ മുകളിലേക്ക് വള്ളി ഉപയോഗിച്ച് കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ പന്തലയിലോട്ട് ഇലപ്പടർപ്പായി കഴിഞ്ഞാൽ പിന്നെ അവർ താഴേക്ക് താന്നു പോരത്തില്ല. അതിൽ നിന്ന് കായ പിടിച്ചോളും. ഒടിഞ്ഞു പോവുകയും വളഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. ഇനി നമ്മൾ ഓഗസ്റ്റ് മാസത്തിൽ നടേണ്ടുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ട. കണ്ടോ, ഇത് ചുവന്ന വെണ്ടയാണ്. അപ്പം ഞാൻ ഈ വെണ്ടയാണ് നടുന്നത്. ഇവിടെയൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുള്ള നല്ല പോലെ വെണ്ടകൾ ഈ 1-2 പാത്രത്തിനകത്തുണ്ട്. ഇതൊക്കെ കണ്ടോ, കുഞ്ഞൻ തൈകളൊക്കെ കായ്ച്ചു നിൽക്കുക. അപ്പോൾ മൂത്ത് പോകാതെ നമ്മൾ വിളവെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ തൈ മാത്രമാണ് നട്ടുപിടിപ്പിക്കാൻ പോകുന്നത്. ഓണത്തിന് നമുക്ക് സാമ്പാർ വെക്കാനായിട്ട് വെണ്ടയ്ക്ക വേണ്ടേ? അപ്പം നമുക്കിതൊന്ന് നട്ട് വെച്ചിട്ട് വരാം. ഈ പാത്രത്തിനകത്ത് കണ്ടോ 1, 2, 3 ചുവട് വെണ്ട ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ ഭാഗത്ത് നട്ടുപിടിപ്പിച്ചിരുന്നത് പോയതാണേ. അപ്പം ഞാൻ അവിടേക്കൊരു വെണ്ട നട്ടുപിടിപ്പിക്കുക. അപ്പം നമ്മൾ എത്രയൊക്കെ നട്ടുപിടിപ്പിച്ചെന്ന് പറഞ്ഞാലും ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അതൊന്നും വിചാരിക്കേണ്ട. വീണ്ടും അവിടേക്ക് തന്നെ വേറൊരു നല്ലതിനെ നമ്മളങ്ങ് നട്ടുപിടിപ്പിച്ച് വെച്ചോണം. അപ്പോൾ ഇവർ ഇവിടെ നിന്ന് വളരട്ടെ. ഈ സമയത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടുന്ന മറ്റൊരു പച്ചക്കറിയാണേ പയർ. പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലും നിർത്താതെയുള്ള മഴ പെയ്യുന്ന സമയമാണ്. അപ്പോൾ പയറിൻ്റെ വിത്തുകൾ നമ്മൾ നേരിട്ട് മണ്ണിലേക്ക് പാകുന്നത് അത്ര നല്ലതല്ല. ഇപ്പം ചൂടുകാലം അല്ലെങ്കിൽ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് പയറിൻ്റെ വിത്തുകളെ നേരിട്ട് മണ്ണിലേക്ക് പാകി വെള്ളം തളിച്ച് വെച്ചാൽ മതി, അവർ കിളുത്തു വന്നോളും. അതേസമയം ഇപ്പം നമ്മൾ പയറിൻ്റെ വിത്തിനെ ഇട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പയർ ഒരു 2-3 മണിക്കൂറെങ്കിലും വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് ഇതുപോലുള്ളൊരു തുണിക്കകത്തെടുത്ത് കെട്ടി വയ്ക്കുവാണെങ്കിൽ മുള വരും. അപ്പം മുള വരുന്നതിനെ നോക്കി നമ്മൾ നട്ടുപിടിപ്പിക്കുക. പച്ചപ്പയറും ബീൻസും ഒക്കെ നമുക്ക് നടാം. ഞാനിപ്പോൾ ഇതിനകത്ത് കെട്ടി വെച്ചിരിക്കുന്നതിനകത്ത് ഒരെണ്ണത്തിനാണ് മുള വന്നിരിക്കുന്നത് കണ്ടോ. അപ്പം ഞാൻ അത് മാത്രമേ നടുന്നുള്ളേ. ഈ പാത്രത്തിലേക്ക് നടാം. ഇവിടെ നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണ്. അപ്പോൾ ആ മണ്ണൊന്ന് ഇളക്കിയിട്ട്, അപ്പോൾ ഇത്തരത്തിൽ മുളച്ച വിത്തുകളെയൊക്കെ നടുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി മണ്ണിട്ട് മൂടരുത് കേട്ടോ. നല്ലോണം അതിനകത്തുനിന്ന് വേരൊക്കെ വന്നതാണെങ്കിൽ ആ വേരിനെ താഴേക്കാക്കി നമുക്ക് നടാം. അപ്പോൾ ഇത് ഇങ്ങനെ താഴേക്കാക്കി ആണ് ഞാൻ നടുന്നത്. അവർ പിന്നെ കിളുത്തു വന്നോളും. താഴോട്ടിട്ടാലും മേളിലോട്ടിട്ടാലും അവർ കിളുത്തു വന്നോളും. ആ ശകലം മണ്ണിട്ട് മൂടിയിട്ടുള്ളേ. ഇതിവിടെ കായ്ച്ചു തുടങ്ങിയ പയറാണേ. ഇതിനകത്ത് കണ്ടോ വയലറ്റ് നിറത്തിൽ നീളം വയ്ക്കുന്ന പയറുണ്ട്. അതുപോലെ പച്ചപ്പയർ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല ഇനം പയറുകളാണ് ഇതിനകത്ത് നിൽക്കുന്നത്. കണ്ടോ വള്ളി വീശി അവർ മേളിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ നമ്മൾ ഇവർക്ക് കൃത്യമായി വളം കൊടുക്കണം. ഒരു 3 ഇല 4 ഇല പരുവമാകുമ്പോൾ മുതൽ നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈ പയർ കണ്ടോ ഇതുപോലെ നമ്മളിവിടെ പാകി മുളപ്പിച്ച് വള്ളി വീശി മുകളിലേക്ക് കയറി തുടങ്ങുവാണേ. ഈ അവസരത്തിലുണ്ടല്ലോ നമ്മൾ പയറിന് വളം കൊടുക്കണം. ഇത് ഒരു ജൈവവളമാണ്. എന്തെങ്കിലും ജൈവവളം അല്ലെങ്കിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ എല്ലുപൊടി അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. ഈ സമയത്ത് നമ്മൾ സ്ലറികൾ അങ്ങനെ കൂടുതൽ ഉപയോഗിക്കും. ഇതുപോലത്തെ ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. മഴക്കാലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2-3 ദിവസമായിട്ട് കോട്ടയത്തൊക്കെ നല്ല വെയിൽ തന്നെയാണ് കിട്ടുന്നത്. ഈ സമയത്ത് നമുക്ക് സ്ലറി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഈ ജൈവവളമാണ്. ഇത് ഞാൻ ഈ ചെടിയുടെ ചുവട്ടിൽ വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ. വളരെ കുറച്ച് ജൈവവളം ഇങ്ങനെ നമ്മൾ ഇടുക. ഇങ്ങനെ നമ്മൾ ജൈവവളം ഇട്ടതിന് ശേഷം ഒന്നുകിൽ മണ്ണ്, ഇതിപ്പം ഞാൻ ചെടിയുടെ ചുവട് ഇളക്കാതെയാണ് വളം ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണിനെ അടുപ്പിച്ച് കൊടുക്കും. ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണേ. അപ്പം ഞാൻ അതിനകത്തുനിന്ന് കുറേശ്ശെ മണ്ണ് കണ്ടോ. അപ്പോൾ നമ്മൾ ആ വളം ഇട്ടതിൻ്റെ മുകളിലേക്ക് മണ്ണ് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇട്ടു, പിന്നെ ഇവിടെ ഇട്ട് കൊടുക്കും കണ്ടോ. അത് നമ്മുടെ കയ്യിൽ മണ്ണുള്ളതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ആ ഇട്ട വളം മൂടാനും പാകത്തിന് നമ്മൾ മണ്ണിട്ട് കൊടുത്തോണം. അപ്പോൾ പിന്നെയും വളം ഇടുമ്പം കുറച്ചും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു കുഞ്ഞു പയർ വള്ളി വീശി വരുവാണേ. ഈ പയറിനെ നമ്മൾ പടർത്തി കയറ്റുമ്പം
പല പയറിൻ്റെ വള്ളികൾ ഒരുമിച്ച് ഒരു വള്ളിയിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ കായ്കളുണ്ടാകുമ്പോൾ അവരുടെ പൂക്കളൊക്കെ ചിലപ്പോൾ ഞെരുങ്ങി പോകും. അങ്ങനെ നമുക്ക് നല്ല വിളവ് കിട്ടാതെ വരും. അപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്ന പയറിന് ഞാൻ ഇതുപോലൊരു സപ്പോർട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഏകദേശം ഇത്രയും ഭാഗമാണ് എനിക്കിത് മണ്ണിലേക്ക് താഴേണ്ടത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വശത്തായിട്ട് ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു കല്ലോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് കെട്ടിയിട്ട് ഇതിനെ മണ്ണിലോട്ട് താത്തു കൊടുത്താൽ മതി. നല്ല എളുപ്പത്തിൽ ഉറച്ച് അവരവിടെ നിൽക്കുകയും ചെയ്യും. നല്ല ബലത്തിൽ നമ്മുടെ പയറിന് പന്തലിച്ച് കയറാൻ പറ്റും. ഇനി ഇതൊന്ന് ഞാൻ ഇതിലോട്ട് ചുറ്റി കൊടുക്കുവാണ്. അവരാ വഴിയേ കൂടെ മുകളിലേക്ക് കയറിക്കോളും. പിന്നെ പയറിന് പെട്ടെന്ന് വരുന്ന രോഗമാണ് മുഞ്ഞ. അപ്പം മുഞ്ഞയ്ക്ക് ബിവേറിയ വളരെ നല്ലതാണ്. മുഞ്ഞയ്ക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ബിവേറിയ ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ജൈവ കീടനാശിനികളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും കൃത്യമായി ഉപയോഗിക്കണം. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ മുഞ്ഞയില്ലാതെ നമുക്ക് പയറിനെ വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പച്ചക്കറികൾക്ക് പടരാൻ കൊടുക്കാനുള്ള സൗകര്യം നമുക്കുണ്ടെങ്കിൽ പാവൽ, പടവലം, വെള്ളരി, മത്തൻ, കുമ്പളം ഒക്കെ നമുക്ക് നട്ടാം. ഇത് കണ്ടോ, മത്തൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചതാണ്. അതുപോലെ നമ്മൾ വെള്ളരിയുടെ ആണെങ്കിൽ ഇത് കണ്ടോ, വെള്ളരിയുടെ വിത്തുകൾ കുതിർത്തിട്ട് ഞാൻ ഇതുപോലൊരു തുണിക്കകത്ത് കെട്ടിവെക്കുന്നതാണ്. അവർ കിട്ടിയ ഇടയ്ക്കിടെ പുറത്തു വന്നു കണ്ടോ. അപ്പോൾ ഇതുപോലെ കിളിപ്പിച്ചിട്ടാണ് നടുന്നതെങ്കിൽ നമുക്ക് ചെടികൾ നഷ്ടമാകത്തില്ല. ഇതിനകത്തുനിന്ന് കണ്ടോ ഇങ്ങനെ മുളച്ചിരിക്കുന്ന തൈകളെ എടുത്തിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. ഇതിലേ കൂടെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 3-4 എണ്ണം മതി. അതിന് ഞാൻ അത്ര എണ്ണം ഇതിനകത്തുനിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് നട്ടു കൊടുക്കാം. ഇതിപ്പം നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ കുത്തി നാട്ടിയൊന്നും ഇല്ലെങ്കിലും അവർ കിളുത്ത് കയറി വരും. അപ്പം ഞാൻ ഈ മണ്ണിലോട്ടാണ് നടുന്നത്. നല്ലപോലെ മണ്ണിളക്കമൊക്കെ ഉള്ളതാണ്. അതുപോലെ ചാണകവും വളവും ഒക്കെ ചേർത്തിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇങ്ങനെ തന്നെ നടുവാണ്. അപ്പം അധികം മറിഞ്ഞു പോകാതെ ഈ രൂപത്തിൽ തന്നെ കിളുത്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. കിളുത്ത് വരുന്നിടത്തോളം പേര് വരട്ടെ. 3-4 തൈ നമ്മൾ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. കായ്ച്ചു തുടങ്ങിയിരിക്കുന്ന പീച്ചിലുണ്ട്. ഇതുപോലൊക്കെ നീളം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിവിടെ കായ്ക്കാറായിട്ടുള്ള തക്കാളി ഉണ്ട് കണ്ടോ, പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൂവിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതേ പാകത്തിന് പൂക്കളിട്ട് തുടങ്ങിയിട്ടുള്ള തക്കാളി ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ആ വളം ചെയ്തു കൊടുത്താൽ ഒത്തിരി നല്ലതാണ്. നമുക്ക് ഒരു ചിലവുമില്ല. അതുപോലെ തക്കാളികൾ കണ്ടോ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഈ 2 ശിഖരമായിട്ട് വന്നിട്ട് കായ്കൾ ഉണ്ടാകുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടാകുന്നത് ഇതുപോലത്തെ ചെറിയ സക്കർ കണ്ടോ, ഇങ്ങനത്തെ ചെറിയ സക്കറുകളെയൊക്കെ നമ്മളങ്ങ് അടത്തി മാറ്റി കളയുന്നതാണ് നല്ലത്. എങ്കിലേ നമുക്ക് നല്ല വലിപ്പമുള്ള തക്കാളികൾ കിട്ടത്തുള്ളൂ. ഈ സക്കർ കുറച്ചും കൂടെ വളർന്നിട്ടാണെങ്കിൽ നമ്മൾ വെള്ളത്തിനകത്ത് വെച്ച് വേര് പിടിപ്പിച്ച പുതിയ തൈയായിട്ടും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ വളർന്നു നിൽക്കുന്ന കൂർക്ക തലപ്പുകൾ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒടിച്ചെടുത്ത് നടാവേ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ ഇങ്ങനെ വളഞ്ഞ് താഴേക്ക് നിൽക്കുന്ന കണ്ടോ, ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ വേരും വന്നിട്ടുണ്ട് കണ്ടോ. ഈ വേരുകളാണ് വളർന്ന് കൂർക്കയായിട്ട് മാറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള തലപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒടിച്ചെടുത്ത് നടാം. അതുപോലെ ഇങ്ങനെ നിൽക്കുന്ന തലപ്പുകളെ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഇതുപോലെ വളച്ചെടുത്ത് മണ്ണിലേക്ക് വെച്ചിട്ട് വളം ഉണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ മുകളിലോട്ടിട്ട് മണ്ണിട്ട് മൂടിക്കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലവണ്ണം കൂർക്ക വിളവെടുക്കാനായിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ ഒടിച്ചെടുക്കുന്ന കൂർക്ക തലപ്പുകളെ മണ്ണ് മാറ്റി മണ്ണിലേക്ക് നട്ടാൽ മതി. ഇത് ഞാൻ അതേപോലെ കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചിരിക്കുന്നതാണ്. അവരെല്ലാം തന്നെ ചോട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വളരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ടിനെ ഇങ്ങനെ ചായച്ചു വെച്ചിട്ട് ആ വേരുള്ള ഭാഗത്ത് ഒരു പിടി മണ്ണിട്ട് കൊടുക്കുക. മണ്ണും ചാണകപ്പൊടിയും ഒക്കെ നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് ഇടാം. ഇത് നമ്മുടെ നിലക്കടലയാണ്. അതിനും ഇതുപോലെ കണ്ടോ പൂക്കൾ വരുന്ന സമയമുണ്ട്. ഇങ്ങനെ മഞ്ഞ നിറത്തിൽ പൂക്കൾ വരും. ഇപ്പോൾ പലതിലും ഇതുപോലെ കണ്ടോ പൂക്കൾ വന്ന് നിൽക്കുക. അങ്ങനെ പൂക്കൾ വരുമ്പോൾ അവരുടെ ചുവട്ടിൽ നമ്മൾ മണ്ണും വളവും ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ കടല വിളവെടുക്കാനായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതേ പാകത്തിൽ വളർന്നു തുടങ്ങിയിട്ടുള്ള ചേമ്പ്, ചേന, അതുപോലെ ഇഞ്ചി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വളം, എന്തെങ്കിലും കുറച്ച് വളം ഇതുപോലെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ടെറസിൽ ഈ ഗ്രോ ബാഗിലൊക്കെ നടുന്ന അവസരത്തിൽ നമുക്ക് ഒത്തിരി സ്ഥലം മണ്ണ് കൊത്തി കിളയ്ക്കാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുപോലെ കുറച്ച് വളം ഇടുക. എന്നിട്ട് വളത്തിൻ്റെ മുകളിലേക്ക് പോട്ടിംഗ് മിക്സ് ഇട്ട് മൂടിക്കൊടുക്കുക. കണ്ടോ, അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 1-2 തവണ നമ്മൾ വളം ഇട്ട് കൊടുത്താൽ അത്യാവശ്യം വിളവ് നമുക്ക് ഗ്രോ ബാഗിൽ നിന്നും പാത്രത്തിൽ നിന്നും ആണെങ്കിൽ പോലും കിട്ടും.
ഏതെങ്കിലും ഒരു 5 ഇനം പച്ചക്കറികളെങ്കിലും എല്ലാവരും അവരവരുടെ നട്ടുപിടിപ്പിക്കാൻ സൗകര്യമുള്ള സ്ഥലം, അത് ടെറസിലായാലും പറമ്പിലായാലും മിറ്റത്തിൻ്റെ സൈഡിലായാലും ഗ്രോ ബാഗിലായാലും ചെടിച്ചട്ടികളിലായാലും നട്ടുപിടിപ്പിക്കണം. ഓണത്തിന് പച്ചക്കറികൾ നമ്മളുടേതായിട്ട് വിളവെടുക്കാനായിട്ട് പറ്റണം. ഇപ്പം മുഴുവൻ ആവശ്യത്തിനും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടേതായിട്ട് ഓണത്തിന് വിളവെടുക്കാനായിട്ട് സാധിക്കണം. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.